Hi everyone, welcome to Commerce World. Then next വരുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. സോ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പെസിഫിക് പീരിയഡിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടാകും. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു സ്പെസിഫിക് പീരിയഡിന്റെ ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്പെസിഫിക് പീരിയഡിലുള്ള ട്രാൻസാക്ഷന്റെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, a statement that summarizes an economic transaction with the rest of the world for a specified period of time. Then also the balance of payment is also known as of the international payment, then encompasses of all transaction between the countries resistance and its. Then also the non-resistant involving goods, services and income, final claims and all liabilities to the rest of the world and transactions such as gifts. അതായത് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ. ഇതിനെ നമ്മൾ ഇന്റർനാഷണൽ പേയ്മെന്റ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഒരു റെസിഡന്റിന്റെ കാര്യങ്ങളാണ്, ഒരു കൺട്രിയിലത്തെ റെസിഡന്റിന്റെ കാര്യമാണ്. ദെൻ ഇത് നോൺ റെസിഡന്റിന്റെ കാര്യമാണെങ്കിൽ അവരുടെ സർവീസസ് എന്താണ്, ഗുഡ്സ് എത്രയാണ്, ഇൻകം എത്രയാണ്, ഫൈനൽ ക്ലെയിംസ് എത്രയാണ്, ലൈബിലിറ്റീസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, ദെൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്ലാസിഫൈസ് ദിസ് ട്രാൻസാക്ഷൻ ഇൻ ടു അക്കൗണ്ട്സ്, കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. സോ ഈ കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻകം ആൻഡ് കറന്റ് ട്രാൻസ്ഫർ വൈൽ ദ എന്നുള്ളതൊക്കെയാണ് കറന്റ് അക്കൗണ്ടിൽ വരുന്നത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ഇതിൽ വന്നിട്ട് നമ്മുടെ ഫൈനൽ ഇൻസ്ട്രുമെന്റ്സിന്റെ, അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഒരു സിംഗിൾ കറൻസി ആയിട്ടാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈക്ക് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ ഫോമിലായിരിക്കും നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ഇക്ലിബ്രിയം, ഡിസിക്ലിബ്രിയം ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് എന്നുള്ളതാണ്. ഇതിൽ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു ഡെബിറ്റ് എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റും ഡെബിറ്റും, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നമുക്ക് ഈക്വൽ ബാലൻസ്, അതായത് ടാലി ആയിട്ട് കിട്ടുന്നതിനെയാണ് ഈ ഇക്ലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, balance of payment is constructed on the basis of double entry bookkeeping. Credit is always equal to debit. If debit on the current account is greater than credit side, fund flow into the country. Okay, debit on the current account is greater than credit side ആണെങ്കിൽ നമ്മൾക്ക് അതായിരിക്കുന്നത് എന്തായിരിക്കും? ഫണ്ട് ഫ്ലോ ഇൻ ടു ദ കറന്റ് കൺട്രി ആണ്. ദെൻ വിച്ച് ആർ റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് തിരിച്ചാണെങ്കിലോ, the concept of balance of payment is based on the concept of accounting equilibrium എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കറന്റ് അക്കൗണ്ട് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 0 ആണ് നമുക്ക് വരുന്നത്, അതായത് രണ്ടും ഈക്വൽ ആണല്ലോ. ഓക്കെ, ദെൻ ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ആർ റിട്ടൺ ബാലൻസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട്. ഇറ്റ് മേ നോട്ട് remain balanced always. Then also debit exceed credit or credit exceed debit, causing an imbalance in the balance of payment account. അതായത് ഡിസിക്ലിബ്രിയം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇക്ലിബ്രിയം എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. ഇതെന്ന് പറയുമ്പോൾ അതിന്റെ തിരിച്ച് ഓപ്പോസിറ്റ് വരുന്നതാണ്, രണ്ടും അൺഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഈ ഡിസിക്ലിബ്രിയം വരാനുള്ള റീസൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഓക്കെ, പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു മെയിൻ റീസൺ ആണ് നമ്മൾക്ക് വരുന്നത്. ഫാസ്റ്റ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വന്നിട്ട് ഒരു ഡിസിക്ലിബ്രിയത്തിന് ഒരു റീസൺ ആണ്. ദെൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഓരോ കൺട്രീസിലും വന്നിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടക്കും, അതായത് നമ്മൾ പ്ലാൻഡ് അല്ലാത്ത ചില കാര്യങ്ങളും ചെയ്തതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് വരുന്നതാണ് ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ വരുന്ന ഡിസിക്ലിബ്രിയം. ദെൻ ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയുന്ന സമയത്ത് വെൻ ദ പീപ്പിൾ ഇൻ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഇമിറ്റേറ്റഡ് ദ കൺസംഷൻ പാറ്റേൺ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് ഇമ്പോർട്ട് വിൽ ഇൻക്രീസ്. അതായത് ഇപ്പൊ നമ്മളുടെ റൂറൽ ആൻഡ് അർബൻ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ, അർബൻ റൂറൽ അങ്ങനെയുള്ള ഒരു റൂറൽ ആൻഡ് അർബൻ എന്നുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പൊ റൂറൽ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞൊരു ലോകമായിരിക്കും. പക്ഷെ അർബൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറെ ടെക്നോളജീസും ആ കാര്യങ്ങളും ഈ കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ റൂറലിലുള്ളവർക്ക് എത്രത്തോളം അവിടെ വികസനം ഉണ്ട് എന്നുള്ളത് അറിയില്ല. നമ്മൾ ഇവിടെ ഉള്ളവർ എന്ത് പറയും, അവിടെ ഉള്ളവരുടെ ജീവിതം സൂപ്പറാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇമ്പോർട്ട് ഇൻക്രീസ് ആകാനുള്ള സാഹചര്യങ്ങളാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ട് വിൽ ഇൻക്രീസ്. ഓക്കെ, ദെൻ their export may be remain constant ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ, or decline casing the disequilibrium in the balance of payment. Okay, then natural
ഫാക്ടേഴ്സ് ആണ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കലാമിറ്റീസോ കാര്യങ്ങളോ വന്നൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ, ദെൻ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ട്രേഡിംഗ് സൈക്കിളിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇതിൽ പറയുന്നത്. ലൈക്ക് നമ്മുടെ കൺട്രീസിൽ വരുന്ന റിസഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഈ റിസഷൻ, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ കുറയല്ലോ, അതാണ്. ദെൻ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നമുക്കറിയാലോ പ്രൈസ് ലെവൽ കൂടി വരുന്ന സാഹചര്യമാണ്. ദെൻ പുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വരുന്ന സാഹചര്യങ്ങളിലും നമുക്കൊരു ഡിസിക്ലിബ്രിയം വരാനുള്ള സാഹചര്യങ്ങളാണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ. ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ദി സ്പെക്കുലേറ്റീവ് റീസൺസ്, അതായത് കൺട്രിക്ക് വന്നിട്ട് ഒരു ലോസ് കിട്ടുക, ഒരു ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ ഒരു ഗോൾഡോ സ്റ്റോക്കോ എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അതൊന്ന് ലോസ് ആയി പോകാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ഡെവലപ്മെന്റ്, അതായത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കുറവാണ്, പക്ഷെ ഇന്നൊരു രാജ്യത്ത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കൂടുതലാണ് എന്ന് വരുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളും കോമ്പറ്റീറ്റ് ചെയ്യുകയാണെങ്കിൽ, ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവർ രണ്ടാളും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടാകും അല്ലെ. സോ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതും ഒരു ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഡിസിക്ലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ടൈപ്സ് ഓഫ് ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത് ഒന്ന് സൈക്ലിക്കൽ ഡിസിക്ലിബ്രിയം ആണ്. സൈക്ലിക്കൽ ഡിസിക്ലിബ്രിയം എന്ന് പറയുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് ആയിട്ടുള്ള ഇൻകം, എംപ്ലോയ്മെന്റ്, ഔട്ട്പുട്ട്, പ്രൈസ് വേരിയബിൾസ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡെഫിസിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ സൈക്ലിക്കൽ ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളുടെ ഒരു ഡിസിക്ലിബ്രിയത്തിലോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ദെൻ സ്ട്രക്ചറൽ ഡിസ്ട്രിബ്യൂഷൻ. സ്ട്രക്ചറൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ സ്ട്രക്ചറിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തുക, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൽ ലൈക്ക് പ്രൊസീജിയേഴ്സിൽ നമ്മൾ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ ഷോർട്ട് റൺ ഇക്ലിബ്രിയം. ഷോർട്ട് റൺ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഷോർട്ട് പീരീഡിലോട്ട് നമുക്ക് വരുന്നതാണ്, അതിനുശേഷം അത് ഓക്കെ ആയിക്കോളും. ദെൻ ലോങ് ടേം ഇക്ലിബ്രിയം. ലോങ് റൺ എന്ന് പറയുന്ന സമയത്ത് ഒരു ഡീപ്പാണ്, നമുക്കൊരു റൂട്ട് കോസ് ആയിട്ട് വരുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസിക്ലിബ്രിയം ആണ്. ഓക്കെ, 4 ഡിസിക്ലിബ്രിയം ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് ആണ്. ഒന്ന് വന്നിട്ട് ട്രേഡ് പോളിസി മെഷേഴ്സ് ആണ്. ട്രേഡ് പോളിസി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സ്പാൻഡിങ് ദ എക്സ്പോർട്സ് ആൻഡ് റിസ്ട്രിക്റ്റിംഗ് ദ ഇമ്പോർട്ട്, അതായത് നമ്മളുടെ എക്സ്പോർട്ട് കൂട്ടിയിട്ട് ഇമ്പോർട്ടിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ട്രേഡ് പോളിസി മെഷർ എന്ന് പറയുന്നത്. സോ ഇതിലൂടെ നമുക്ക് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ വന്നിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ എക്സ്പെൻഡിച്ചർ റെഡ്യൂസിംഗ് പോളിസീസ്. നമ്മളുടെ എക്സ്പെൻഡിച്ചർ മിക്കവാറും കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് ടൈറ്റ് മോണിറ്ററി പോളിസിയിലൂടെ വരുന്നത്. ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മളുടെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, റേസിംഗ് ബാങ്ക് റേറ്റ്, ഡിസ്കവറേജിംഗ് ബിസിനസ്, അതായത് ബാങ്ക് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബാങ്കിലോട്ട് പോയി കടം മേടിക്കാനായിട്ട് നിൽക്കുമല്ലേ. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അയ്യോ ഇത്രയും ഇൻട്രസ്റ്റ് കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോകത്തില്ല. സോ ബാങ്ക് റേറ്റ് പോളിസി കൂട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് പേഴ്സൺസ് വന്നിട്ട് അങ്ങോട്ട് കടമെടുക്കാൻ പോകുന്ന ഒരു ഇത് വന്നിട്ട് കുറയുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് fall in domestic price or lower rate or inflation will induce people to buy domestic product rather than the imported goods. ഓക്കെ, ഇമ്പോർട്ടഡ് ഗുഡ്സിനെക്കാട്ടിലും നമ്മളുടെ ഇവിടെ ഉള്ള ഒരു ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ വില തന്നെ നമ്മൾ കുറച്ചാൽ മതി, അവർ മേടിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. ദെൻ നമ്മൾക്ക് മൂന്നാമത്തത് വരുന്നത് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിയാണ്. എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിയിൽ നമുക്ക് വരുന്നതാണ് ഡീവാലുവേഷൻ ചെയ്യുക എന്നുള്ളത്. അതായത് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി വർക്ക് ത്രൂ ചേഞ്ചസ് ഇൻ ദ റിലേറ്റീവ് പ്രൈസ്. ഓരോ റിലേറ്റീവ് പ്രൈസസിനും തമ്മിൽ ഓരോ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലുള്ള ഒരു ചീപ്പർ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമ്മൾ റിലേറ്റീവ് പ്രോഡക്ട്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഷൂ, സോക്സ് എന്നാണെങ്കിൽ ആ രണ്ടും പ്രോഡക്റ്റ് തമ്മിലുള്ള ഒരു പ്രൈസ് വന്നിട്ട് രണ്ടിലേതെങ്കിലും ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഒരു ഷൂവിന്റെ പ്രൈസ് വന്നിട്ട് നമ്മൾ കുറയ്ക്കുക, അല്ലെങ്കിൽ സോക്സ് വന്നിട്ട് നിങ്ങൾ ഷൂ മേടിക്കുകയാണെങ്കിൽ സോക്സ് ഇതിന്റെ കൂടെ തന്നെ തരും എന്ന് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഇതിൽ വരും. ഓക്കെ, ദെൻ എക്സ്ചേഞ്ച് കൺട്രോൾ ആണ്. എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് പറയുമ്പോൾ under it all the exporters are ordered to surrender their foreign exchange to the central bank of a country and it is then rationed out among the licensed importers. ഓക്കെ, അതായത് എല്ലാ എക്സ്പോർട്ടേഴ്സും വന്നിട്ട് അവരുടെ ഓർഡർ വന്നിട്ട് അവരുടെ കയ്യിൽ കൊടുക്കണം, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ കൺട്രിയുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് മിക്കവാറും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.